മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയുള്ള അതിവേഗ പാതയുടെ സർവേക്ക് റെയിൽവേ അനുമതി നൽകിയതോടെ അതിവേഗ റെയിലിന് ശ്രമിക്കാതെ റെയിൽവേയുമായി ചേർന്ന് തിരുവനന്തപുരം മംഗളൂരു വേഗപാതയ്ക്കായി സർക്കാർ നീക്കം. 633 കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്നാം പാതയുടെ വേഗം 160 കിലോമീറ്ററാണ്. 7 റീച്ചുകളിലായി പദ്ധതി നടപ്പാക്കാനാണ് സർവേ. റെയിൽവേയുമായി സർക്കാർ സഹകരിക്കും. ബ്രോഡ്ഗേജിലാണ് പാതകൾ. റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്ന 350 കിലോമീറ്റർ വേഗമുള്ള ചെന്നൈ ബംഗളൂരു, ബംഗളൂരു ഹൈദരാബാദ്, ചെന്നൈ ഹൈദരാബാദ് പാതകളിലേക്ക് ബന്ധിപ്പിക്കാനാവും. നിലവിൽ കോട്ടയം, എറണാകുളം, ഷൊർണൂർ, മംഗളൂരു സെഷനുകളിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിലോടാനാവും. കൊല്ലം, തിരുവനന്തപുരം പാതയിൽ 100 കിലോമീറ്ററിൽ താഴെയാണ് വേഗം. ട്രാക്കുകൾ ശക്തിപ്പെടുത്തിയും സിഗ്നലുകൾ നവീകരിച്ചും വേഗത 130 കിലോമീറ്റർ ആക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വരാനിരിക്കുന്ന മംഗളൂരു ഷൊർണൂർ 3ഉം 4ഉം പാതകളിലും എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, നാഗർകോവിൽ 3ആം പാതയിലും 160 കിലോമീറ്റർ വേഗമാണ് ലക്ഷ്യമിടുന്നത്. ഈ സാഹചര്യത്തിൽ സ്വന്തം നിലയിൽ അതിവേഗ റെയിലുമായി മുന്നോട്ടു പോയാൽ കേന്ദ്രാനുമതി ലഭിക്കുമെന്ന് ഉറപ്പില്ല. അധിക ചെലവുമാണ്. ബ്രോഡ്ഗേജ് സംവിധാനത്തിൽ 7 റീച്ചുകളായി തിരിച്ചാണ് പദ്ധതിക്കായുള്ള സർവേകൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. മംഗലാപുരം, ഷൊർണൂർ, ഷൊർണൂർ, എറണാകുളം, എറണാകുളം, കായംകുളം, കായംകുളം, തിരുവനന്തപുരം, തിരുവനന്തപുരം, നാഗർകോവിൽ തുടങ്ങിയ റീച്ചുകളിലാണ് സർവേക്ക് അനുമതിയുള്ളത്. മുൻപ് മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച എലിവേറ്റർ റെയിൽവേ പദ്ധതി സാമ്പത്തികമായും പരിസ്ഥിതിപരമായും പ്രായോഗികമല്ലെന്ന് സർക്കാർ വിലയിരുത്തിയിരുന്നു. കൂടാതെ സംസ്ഥാനം തനിച്ചൊരു അതിവേഗ പാതയുമായി മുന്നോട്ടു പോയാൽ കേന്ദ്രാനുമതി ലഭിക്കാൻ ബുദ്ധിമുട്ടായതിനാലും ഭീമമായ ചിലവ് വരുന്നതിനാലുമാണ് റെയിൽവേയുടെ ഈ പദ്ധതിയുമായി സഹകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിലുള്ള ട്രാക്കുകളിലെ വളവുകൾ നിവർത്തുകയും സിഗ്നലിംഗ് സംവിധാനം ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾക്കും ഭാവിയിൽ ഈ റൂട്ടിൽ പൂർണ്ണ വേഗത കൈവരിക്കാനാകും. ഇത് യാത്രക്കാർക്ക് മാത്രമല്ല, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള ചരക്കു നീക്കത്തിനും വലിയ തോതിൽ ഗുണം ചെയ്യും. ഈ പദ്ധതി പ്രധാനമായും 7 റീച്ചുകളായി തിരിച്ചാണ് റെയിൽവേ മന്ത്രാലയം സർവേക്ക് അനുമതി നൽകിയിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഇതിന്റെ ഭാഗമാകും. തിരുവനന്തപുരം കായംകുളം റീച്ച്, തിരുവനന്തപുരം സെൻട്രൽ, വർക്കല, കൊല്ലം ജംഗ്ഷൻ, കായംകുളം, എറണാകുളം റീച്ച്, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, എറണാകുളം ടൗൺ സൗത്ത്, എറണാകുളം ഷൊർണൂർ റീച്ച്, ആലുവ, തൃശൂർ, ഷൊർണൂർ ജംഗ്ഷൻ, ഷൊർണൂർ മംഗലാപുരം റീച്ച്, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം സെൻട്രൽ, തിരുവനന്തപുരം നാഗർകോവിൽ റീച്ച്. ഭാവിയിൽ തമിഴ്നാടുമായുള്ള അതിവേഗ കണക്ടിവിറ്റിക്കായി ഈ റൂട്ടിലും സർവേ നടക്കുന്നുണ്ട്. സ്റ്റേഷനുകളിൽ വരുന്ന മാറ്റങ്ങൾ ഇവയാണ്. വളവുകൾ നിവർത്തൽ. ട്രെയിനുകൾക്ക് 160 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ പാതയിലെ വലിയ വളവുകളുള്ള സ്റ്റേഷൻ പരിസരങ്ങളിൽ ട്രാക്കുകൾ നിവർക്കും. സിഗ്നലിംഗ് നവീകരണം. വേഗതയേറിയ യാത്രയ്ക്ക് അനുയോജ്യമായ അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഈ സ്റ്റേഷനുകളിൽ സ്ഥാപിക്കും. പ്ലാറ്റ്ഫോം വികസനം. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള വേഗതയേറിയ ട്രെയിനുകൾക്ക് സുഗമമായി വന്നുപോകാൻ പാകത്തിൽ തിരഞ്ഞെടുത്ത സ്റ്റേഷനുകളിൽ ലൂപ്പ് ലൈനുകളും പുതിയ പ്ലാറ്റ്ഫോമുകളും നിർമ്മിക്കും. ചുരുക്കത്തിൽ നിലവിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഈ പുതിയ അതിവേഗ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ഈ പുതിയ 3ആം പാത യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലൂടെ ഓടുന്ന എല്ലാ പ്രീമിയം എക്സ്പ്രസ് ട്രെയിനുകളുടെയും വേഗത വർദ്ധിക്കും. നിലവിൽ കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളിലെ കടുത്ത വളവുകളും സിഗ്നലിംഗ് പരിമിതികളും കാരണം ട്രെയിനുകൾക്ക് ശരാശരി 80 മുതൽ 110 കിലോമീറ്റർ വരെ മാത്രമേ വേഗത കൈവരിക്കാൻ സാധിക്കുന്നുള്ളൂ. പുതിയ വേഗപ്പാത വരുന്നതോടെ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ ശേഷിയുള്ള ട്രെയിനാണെങ്കിലും കേരളത്തിലെ ട്രാക്കുകളുടെ പരിമിതി മൂലം നിലവിൽ ശരാശരി 70-75 കിലോമീറ്റർ വേഗതയിലാണ് വന്ദേ ഭാരത് ഓടുന്നത്. ഇത് മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത കൈവരിക്കും. തിരുവനന്തപുരം മംഗലാപുരം യാത്രാസമയം പകുതിയിലധികമായി കുറയും. ഈ റൂട്ടിൽ നമോ ഭാരത് ട്രെയിനുകൾ കൂടി കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. 180 കിലോമീറ്റർ ഡിസൈൻ വേഗതയുള്ള ഈ ട്രെയിനുകൾക്ക് 160 കിലോമീറ്റർ ഓപ്പറേറ്റിംഗ് വേഗതയിൽ സ്റ്റേഷനുകൾക്കിടയിൽ അതിവേഗ പ്രാദേശിക സർവീസ് നടത്താൻ പുതിയ പാത സഹായിക്കും. സൂപ്പർഫാസ്റ്റ് മെയിൽ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾ, രാജധാനി തുരന്തോ, കേരള എക്സ്പ്രസ്, മാവേലി, മലബാർ എക്സ്പ്രസ് തുടങ്ങിയ എല്ലാ പ്രധാന ട്രെയിനുകൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും. എക്സ്പ്രസ് ട്രെയിനുകൾക്കായി ട്രാക്കുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ക്രോസിംഗിനായി കാത്തുകിടക്കുന്നത് ഒഴിവാകും. വന്ദേ ഭാരത് പോലുള്ള വേഗമേറിയ ട്രെയിനുകൾ പുതിയ 3ആം പാതയിലേക്ക് മാറുന്നതോടെ നിലവിലുള്ള ട്രാക്കുകളിൽ മറ്റ് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് തടസ്സമില്ലാതെ 110 മുതൽ 130 കിലോമീറ്റർ വേഗതയിൽ വരെ സുഗമമായി സഞ്ചരിക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണ സജ്ജമാകുന്നതോടെ ചരക്കു നീക്കവും വർദ്ധിക്കും. പുതിയ പാത ചരക്ക് ട്രെയിനുകളുടെ വേഗത കൂട്ടാനും കൃത്യസമയത്ത് സാധനങ്ങൾ എത്തിക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ പ്രീമിയം ട്രെയിനുകൾ പുതിയ വേഗപ്പാതയിലൂടെ കുതിക്കുമ്പോൾ സാധാരണ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളുടെയും സമയക്രമം കൂടുതൽ കൃത്യതയുള്ളതാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.